ലിവിങ് ടുഗെദർ ആണോ ഓപ്പൺ റിലേഷൻഷിപ്പ് ആണോ നല്ലത്? നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസിമോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി. ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. ഇവിടെ എനിക്ക് അടുത്ത പരിചയത്തിലെ ഒരു മാരേജ് വളരെയധികം ലക്ഷൂറിയസ് ആയിട്ട് ഫിക്സ് ചെയ്യുകയും അത് വീണ്ടും ക്യാൻസലായി പോവുകയും ചെയ്തു. രണ്ടാമതിപ്പം ഒരു മാരേജ് ഫിക്സ് ആയിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് പറഞ്ഞത്, ആ ബ്രൈഡിന് ആഫ്റ്റർ മാരേജ് ഓപ്പൺ റിലേഷൻഷിപ്പിലും താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഗ്രൂമിന് അത് തയ്യാറല്ല. അതുകൊണ്ട് ആ മാരേജ് ക്യാൻസൽ ചെയ്തു. പുതിയ ലോയൽ ആൻഡ് സസ്റ്റൈനബിൾ റിലേഷൻഷിപ്പിൽ വിശ്വസിക്കുന്ന ഒരു ബ്രൈഡിനെ ഇപ്പം മാരേജ് ചെയ്യുകയാണ്. ഞാനിവിടെ ഓപ്പൺ റിലേഷൻഷിപ്പ് ആണോ ലിവിങ് ടുഗെദർ ആണോ എന്നുള്ളതിനെ കുറിച്ചല്ല പറയുന്നത്. മനുഷ്യൻ്റെ ബ്രെയിൻ ഹാർഡ് വയേർഡ് ആണ്. നമ്മുടെ ബ്രെയിൻ ഫോർ എ സസ്റ്റൈനബിൾ റിലേഷൻഷിപ്പ്, ദീർഘ സമയത്തേക്കുള്ള റിലേഷൻഷിപ്പിൽ ഹാർഡ് വയേർഡ് ആണ്. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ആരെങ്കിലും ഉണ്ട് എന്നൊക്കെയുള്ള ചിന്ത, ആ രീതിയിൽ നമ്മുടെ ബ്രെയിൻ ഹാർഡ് വയേർഡ് ആണ്. പക്ഷേ എക്സെപ്ഷൻ കേസസ് ഒരുപാടുണ്ട്. സൊസൈറ്റിയിൽ എപ്പോഴും എക്സെപ്ഷണൽ കേസസ് ഉണ്ടായിരിക്കും. എന്നാൽ ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ജനറേഷൻസ് എല്ലാം മുന്നോട്ട് പോവേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറും നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഡേറ്റിംഗ് എന്ന് പറയുന്നത് നല്ലൊരു കൺസെപ്റ്റാണ്. അത് നമ്മൾ ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ, ക്യാരക്ടർ കമ്പാറ്റബിലിറ്റി രണ്ടുപേരും തമ്മിൽ ശരിക്കും പൊരുത്തമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡേറ്റിംഗ് നടത്തുകയാണെങ്കിൽ അത് നല്ലൊരു കൺസെപ്റ്റാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അത് പറയുന്നത് ഫിസിക്കൽ കോണ്ടാക്റ്റിന് വേണ്ടിയാണ് മെയിൻലി അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ചൂസിങ് എ ലൈഫ് പാർട്ട്ണർ, നല്ലൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ലൈക്ക് ചൂസിങ് എ ബെസ്റ്റ് ബഡി ഇൻ യുവർ ക്ലാസ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത്, ഒരു 40 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിൽ നിന്നും ഏറ്റവും നല്ല കംഫർട്ട്, നമ്മൾ റിലാക്സ്ഡ് ആൻഡ് കംഫർട്ട് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ 1-2 പേരെ തിരഞ്ഞെടുക്കും. ആ ഒരു രീതിയിൽ ആണ് ഒരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴും നോക്കേണ്ടത്. ക്യാരക്ടർ മാച്ചിങ് ഉണ്ടോ, ആ ആളുടെ പ്രസൻസിൽ കംഫർട്ടബിൾ ആണോ, റിലാക്സ്ഡ് ആണോ എന്നുള്ള ഒരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ട ഒരു കാര്യമാണ്. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസ് ആൻഡ് ഇമോഷണൽ ഫേസ് ഉണ്ടാകുക ഒരു 6 months to 2 years ഉണ്ടാവുകയുള്ളൂ. നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു ജനറേഷൻ നെക്സ്റ്റിന് വേണ്ടിയിട്ട് കരുതണമെങ്കിൽ, ഒരു സസ്റ്റൈനബിൾ അറ്റ്മോസ്ഫിയർ വേണമെങ്കിൽ ക്യാരക്ടറിൻ്റെ കോമ്പാറ്റബിലിറ്റി, ക്യാരക്ടർ തമ്മിൽ മാച്ചിങ് ഉണ്ടോ എന്നും കൂടി നോക്കേണ്ടതുണ്ട്. ഇപ്പം കപ്പിൾസിനെ സ്റ്റഡി ചെയ്യുമ്പോൾ ആ ഒരു 6 months to 2 years ഇൻറ്റൻസ് ഇമോഷണൽ ഫേസ് ഉണ്ടാവുകയുള്ളൂ ആദ്യത്തെ ഒരു ടൈമിൽ സാധാരണ കണ്ടുവരുന്നത്. വളരെ കുറച്ച് കപ്പിൾസ് അവർക്ക് ലോങ് ടേം ആയിട്ട് നല്ല ഡീപ്പായിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ പോകാൻ സാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സയൻറ്റിസ്റ്റ് അത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റീസൺ. പക്ഷെ നമുക്ക് ഇവിടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്യാരക്ടർ കമ്പാറ്റബിലിറ്റിയും കൂടെ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ സഹായകരമായിരിക്കും. സൊസൈറ്റി ഈസ് ഇവോൾവിങ്, സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചേഞ്ച് ഇസ് ദ ഓൺലി പെർമനൻറ്റ് തിങ്. മാറ്റമാണ് സ്ഥിരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ ഓരോ കാര്യങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ മനസാക്ഷിക്കനുസരിച്ച്, നമ്മുടെ കോൺഷ്യൻസിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ കംഫർട്ടും കോൺഷ്യൻസും കൂടെ മിക്സ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. സന്തോഷമായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജന്മാവകാശമാണ്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.